നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SYS പ്ലാറ്റിനം ഇയറിന് സമാപനം കുറിച്ച് സംസ്ഥാന കമ്മിറ്റി നടത്തിയ യുവജന സമ്മേളനം സമാപിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ 138ാം തിരുനാൾ സമാപിച്ചു. വഖഫ് ബോർഡിന്റെ അന്യായ കടന്നുകയറ്റത്തിൽ ദുരിതം അനുഭവിക്കുന്ന മുനമ്പം ജനതയ്ക്ക് ഒല്ലൂർ ഇടവക കത്തോലിക്ക കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചു. SNDP യോഗം ചോച്ചേരിക്കുന്ന് ശാഖ ഗുരുദേവ ക്ഷേത്രത്തിലെ 9ാമത് പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന SYSന്റെ പ്ലാറ്റിനം ഇയറിന് സമാപനം കുറിച്ച് സംസ്ഥാന കമ്മിറ്റി തൃശൂരിലെ ആമ്പല്ലൂരിൽ ഡിസംബർ 27, 28, 29 തീയതികളിൽ നടത്തുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്ലാറ്റിനം സഫർ പ്രൗഢമായി സമാപിച്ചു. ജാഥ ക്യാപ്റ്റൻ വരവൂർ അബ്ദുൽ അസീസ് നിസാമിയും 30 സ്ഥിരാംഗങ്ങളും 9 സോണിലെ 44 കേന്ദ്രങ്ങളിലെ ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ സമാപന സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നത്. സമാപന സംഗമം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം CH സിറാജുദ്ദീൻ സഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു. ഹമീദ് തളിയപ്പാടത്ത്, ഹാഫുൽ സാദിഖ് അലി ഫാളിലി, PSM റഫീഖ്, അമീർ തളിക്കുളം, ബഷീർ അഷ്റഫി ചേർപ്പ് എന്നിവർ സംബന്ധിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്ത്, SMA, SJM, SSF ജില്ലാ സാരഥികൾ അഭിവാദ്യം അർപ്പിച്ചു. 4 ദിനങ്ങളിലായി നടന്ന പ്ലാറ്റിനം സഫർ പദയാത്രയ്ക്ക് PU ഷമീർ, KM മാഹിൻ സുഹരി, വാഹിദ് നിസാമി എളവള്ളി, നിസാർ മാസ്റ്റർ കൊതച്ചിറ എന്നിവർ നേതൃത്വം നൽകി. സമാപന ദിനത്തിൽ വടക്കാഞ്ചേരി, ചേലക്കര, തൃശൂർ സോണുകളിലെ 10 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകിയത്. സ്നേഹരാഹിത്യമാണ് പ്രശ്നസങ്കുലിതമായ ലോകം സൃഷ്ടിക്കുന്നത്. സ്നേഹമെന്ന മൂല്യത്തിന് ഇന്ന് വിലയില്ലാത്തൊരു കാലമാണ്. ഇന്നത്തെ യുവത സ്വാർത്ഥ ചിന്തകളിലാണ്. ഞാനെന്ന ചിന്തയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യുവ സമൂഹത്തെയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനേയും കച്ചവടവൽക്കരിക്കുക എന്നുള്ള ചിന്ത മാത്രമാണ് യുവതയ്ക്കുള്ളത്. നമുക്ക് ഞാൻ എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ എന്ന ചിന്ത ഉദിച്ചു വരുന്നില്ല. മഹാനായ പുണ്യന്യ മാഷ് പറയുന്നുണ്ട്, തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ 138ാം തിരുനാളിൽ ഞായറാഴ്ചയിലെ പൊന്തിഫിക്കൽ വിശുദ്ധ കുർബാനയ്ക്ക് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ മുഖ്യ കാർമ്മികനായിരുന്നു. കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, റവറൻ ഫാദർ ബിജു ആലപ്പാട്ട് എന്നിവർ സഹകാർമ്മികരായിരുന്നു. വൈകിട്ട് 4:30 തിരുനാൾ ജപമാല പ്രദക്ഷിണം വ്യാകുല മാതാവിൻ ബസിലിക്കയിലേക്കും 7 മണിക്ക് ലൂർദ് കത്തീഡ്രലിൽ സമാപനമായിരുന്നു. 6:45 കിരീട മഹോത്സവം ബസിലിക്കയിൽ നിന്ന് വിവിധ വാദ്യമേളങ്ങളോടെ രാത്രി 10:30 ലൂർദ് കത്തീഡ്രലിൽ സമാപിച്ചു. കത്തീഡ്രൽ സഹവികാരിമാരായ റവറൻ ഫാദർ അനൂച്ചാലിൽ, റവറൻ ഫാദർ ജിജോ എടക്കളത്തൂർ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനറും നടത്തു കൈക്കാരനുമായ ജോജു മഞ്ഞില, കൈക്കാരന്മാരായ തോമസ് കോനിക്കര, ലൂവി കണ്ണാത്ത്, ജോസ് ചിറ്റാട്ടുകര, തിരുനാൾ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച രാവിലെ 7:30 പരേതർക്ക് വേണ്ടിയുള്ള പാട്ടു കുർബാന, വൈകിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മെഗാ മ്യൂസിക് ഫ്യൂഷൻ, തുടർന്ന് വർണ്ണമഴ എന്നിവയുണ്ടാകും.
ഡോക്ടർ ഡൈനോസറിന്റെ സാന്നിധ്യത്തിൽ ക്രൈസ്റ്റ് കോളേജ് ജിയോളജിക്കൽ എക്സ്പോ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജിയോളജി ആൻഡ് എൻവയൺമെന്റൽ സയൻസ് വിഭാഗം 2024 നവംബർ 12 മുതൽ 14 വരെ ഒരു സമഗ്ര ജിയോളജിക്കൽ എക്സ്പോയും കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നു. പ്രധാനമായും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന 5000-ലധികം പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പരിപാടി പ്രദേശത്തെ ഏറ്റവും വലിയ ഭൗമശാസ്ത്ര വിദ്യാഭ്യാസ സംരംഭങ്ങളിലൊന്നായി മാറും. ഡോക്ടർ ഡൈനോസർ എന്നറിയപ്പെടുന്ന പ്രിൻസസ് നവാബ് സാദി അലിയ സുൽത്താന ബാബി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗുജറാത്തിലെ ബാലാസനോറിലെ ഡൈനോസർ ഫോസിൽ സമ്പന്നമായ പ്രദേശങ്ങളിൽ നിന്നുള്ള അവരുടെ വിപുലമായ പുരാജീവശാസ്ത്ര ഗവേഷണ പരിചയം ഈ പരിപാടിക്ക് കൂടുതൽ മൂല്യം പകരുന്നു. ജിയോ എക്സ്പോ 2024 ഏറ്റവും ആകർഷകമായ ഇനങ്ങളിൽ ഒന്നാണ് ഡൈനോസർ ഫോസിലുകളുടെ പ്രദർശനം. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പ്രദർശനം നടക്കുന്നത്. ദിനോസറിന്റെ മുട്ടകൾ, എല്ലുകൾ എന്നിവയുടെ വൻതോതിലുള്ള ശേഖരണം ഈ എക്സിബിഷന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. യുവമനസ്സുകളിൽ ശാസ്ത്രീയ കൗതുകവും പരിസ്ഥിതി അവബോധവും വളർത്തുന്നതിനുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ഈ എക്സ്പോ. ദേശീയ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഭൗമശാസ്ത്രവും പാരിസ്ഥിതിക പരിപാലനവും സംബന്ധിച്ച് സമഗ്രമായ അറിവ് വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നതാണ് ലക്ഷ്യം. 3 ദിവസത്തെ പരിപാടിയിൽ പ്രമുഖ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ അവതരണങ്ങൾ ഉൾപ്പെടുന്നു. 11-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. ഭൗമശാസ്ത്രം, പരിസ്ഥിതി ശാസ്ത്രം, അനുബന്ധ മേഖലകൾ എന്നിവയിൽ കരിയർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകും. 2024 നവംബർ 14 ഇന്ത്യയുടെ ജിയോ ഹെറിറ്റേജ് ദിനോസറുകളുടെ താഴ്വരയിലൂടെ എന്ന പേരിൽ പൊതുജനങ്ങൾക്കായി ഒരു ജനപ്രിയ പ്രഭാഷണം നടക്കും. ഡൈനോസറുകളുടെ ആകർഷകമായ ലോകത്തെ കേന്ദ്രീകരിച്ചുള്ള ഈ പ്രഭാഷണം ഇന്ത്യയുടെ പുരാതന ഭൂപ്രകൃതിയും ഈ പുരാതന ജീവികളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ രൂപപ്പെടുത്തിയ ശ്രദ്ധേയമായ കണ്ടെത്തലുകളും പരിവേഷണം ചെയ്യുന്നു. വാർത്താ സമ്മേളനത്തിൽ ആൻറ്റോ ഫ്രാൻസിസ്, KJ രശ്മി, ജോയ് ആൻഡ്രൂസ്, R തരുൺ എന്നിവർ പങ്കെടുത്തു. വഖഫ് ബോർഡിന്റെ അന്യായമായ കടന്നുകയറ്റത്തിനെതിരെ ദുരിതം അനുഭവിക്കുന്ന മുനമ്പം ജനതയ്ക്ക് ഒല്ലൂർ ഇടവക കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യ ദിനം ആചരിച്ചു. വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവി പടിക്കല, വർഗീസ് പള്ളിപ്പുറത്തുകാരൻ, എഡിസൺ പാലിയക്കര, റാണി ആന്റോ, ലിൻഡോ കാട്ടുകാരൻ, ഷാജു പടിക്കല, PRO ജസ്റ്റിൻ പെരൂട്ടി, ആന്റണി EJ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പൗരാവലിയും അതിരൂപതയും സംയുക്തമായി നടത്തുന്ന ബോൺ നതാലെ ഏറെ പുതുമകളോടെ ഈ വർഷം നടത്താൻ തീരുമാനിച്ചു. അതിരൂപത ആസ്ഥാനത്ത് നടന്ന പൊതുസമ്മേളനം യാക്കോബായ സുറിയാനി ചർച്ച് തൃശൂർ രൂപത അധ്യക്ഷൻ കുര്യാക്കോസ് മോർ ക്ലീമീസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, മജ്ലിസ് ജില്ലാ പ്രസിഡന്റ് സലീം, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംകുമാർ, പാറമേക്കാവ് ദേവസ്വം ജോയിന്റ് സെക്രട്ടറി നന്ദകുമാർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, സുരേന്ദ്രൻ ആയിനിക്കുന്നത്ത്, TV ചന്ദ്രമോഹൻ, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില, വർക്കിംഗ് ചെയർമാൻ ഫാദർ അജിത് തച്ചോത്ത്, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ഏകോപന സമിതി സെക്രട്ടറി ടോണി ജോസഫ്, ജനറൽ കൺവീനർ ആന്റണി AA, ചീഫ് കോർഡിനേറ്റർ ജോജു മഞ്ഞില തുടങ്ങിയവർ പ്രസംഗിച്ചു. ബോൺ നത്താലെ ഹാർഫെസ്റ്റ് എക്സിബിഷൻ ലോഗോയുടെ പ്രകാശനം ഇസാഫ് സദാർ MD ആൻഡ് CEO അലോക് പോൾ ആർച്ച് ബിഷപ്പിനും മേയർക്കും കൈമാറി. വികാരി ജനറൽമാരായ മോൺ ജോസ് വല്ലൂരാൻ, ജോസ് കോനിക്കര എന്നിവരും ഫാദർ സിംസൺ ചിറമൽ, ജോർജ് ചിറമൽ, ഷിൻഡോ മാത്യു, ജിഷാദ് വേലൂർ, ജെറിൻ പാലക്കൽ, ദേവസി ചെമ്മണ്ണൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നവംബർ 11 വൈകിട്ട് 6 മുതൽ 13 വൈകിട്ട് 6 വരെ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നവംബർ 11 വൈകിട്ട് 6 മണി മുതൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന നവംബർ 13 വൈകിട്ട് 6 മണി വരെ ചേലക്കര നിയോജക മണ്ഡല പരിധിയിൽ 1951 ജനപ്രാതിനിധ്യ നിയമം 135C സെക്ഷൻ പ്രകാരം ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. വോട്ടെണ്ണൽ ദിവസമായ നവംബർ 23 ഡ്രൈ ഡേ ആയിരിക്കും. റീപോളിംഗ് ആവശ്യമായി വന്നാൽ അന്നേ ദിവസവും ഡ്രൈ ഡേ ആയിരിക്കും. പ്രസ്തുത കാലയളവിൽ പൊതുസ്ഥലങ്ങളിലോ ഭക്ഷണശാലകളിലോ ലഹരി വസ്തുക്കൾ വാങ്ങുകയോ ശേഖരിക്കുകയോ വിതരണം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. മദ്യശാലകൾ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്കും ഹോട്ടലുകൾക്കും നിരോധനം ബാധകമായിരിക്കുമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു.
ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. ചേലക്കര നിയോജക മണ്ഡലത്തിൽ 13-ന് അവധി പ്രഖ്യാപിച്ചു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസമായ നവംബർ 13-ന് ചേലക്കര നിയോജക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വേതനത്തോടു കൂടിയുള്ള പൊതു അവധി പ്രഖ്യാപിച്ചു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായി നിശ്ചയിച്ചിട്ടുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുതുരുത്തി, ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിലായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പിന്റെ തലേദിവസമായ നവംബർ 12-നും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. സംസ്ഥാന സ്കൂൾ മേളയിൽ ജൂഡോ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ തിരുത്തിന്മേൽ സുരേഷ് ജിനി ദമ്പതികളുടെ മകൾ അനാമികയെ മണലിത്തറ 5ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറും വാർഡ് മെമ്പറുമായ AR കൃഷ്ണൻകുട്ടി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോഫി ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. 6ാം വാർഡ് മെമ്പർ PT മണികണ്ഠൻ, കോൺഗ്രസ് നേതാക്കളായ TA ശങ്കരൻ, ജോഷി കല്ലിയൽ, KR സന്ദീപ്, A ഹംസ, ജോൺ ഒലഹന്നാൻ, ബൈജു ഐനിക്കൽ, പ്രഭാകരൻ കളരിക്കൽ, ഷിബു കളരിക്കൽ, കൃഷ്ണൻകുട്ടി കിഴക്കേതിൽ, രാജേഷ് കളരിക്കൽ, ജോസ് ചിറയത്ത്, രാജൻ കളരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം ഏകദിന പരിശീലനം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 305 പ്രതിഭകൾ നവംബർ 15 മുതൽ ആലപ്പുഴ ജില്ലയിൽ ആരംഭിക്കുന്ന സംസ്ഥാനതല കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നു. തൃശൂർ ജില്ലാ ടീമിനെ സജ്ജമാക്കുന്നതിനായി തൃശൂർ അരണാട്ടുകര ഇൻഫന്റ് ജീസസ് ഹൈസ്കൂളിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ AK അജിത് കുമാരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ആർജിക്കുന്നതിനായി
മോട്ടിവേഷൻ ക്ലാസും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ പരിശീലനം നൽകുന്നതിനായി വിദഗ്ധരുടെ ക്ലാസും സംഘടിപ്പിച്ചു. തൃശൂർ റവന്യൂ ജില്ലയുടെ വിദ്യാഭ്യാസ ജില്ലാ ഉപജില്ല HM ഫോറത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചേർപ്പ് AEO സുനിൽ കുമാർ MV, ചാലക്കുടി AEO നിഷ PB, തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രൊഫസർ ഡെൻസൺ പാണങ്ങാടൻ, പ്രധാനാധ്യാപകരായ സിസ്റ്റർ ജോസ്ഫിൻ, സിസ്റ്റർ മരിയ ആന്റണി, PTA പ്രസിഡന്റ് ബ്ലേസ് ജോസ്, ക്ലബ് കൺവീനർമാർ തുടങ്ങിയവർ സംസാരിച്ചു. നാടക സൗഹൃദത്തിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി 2024 നവംബർ 21 മുതൽ 24 വരെ തൃശൂർ ജില്ലയിലെ കിരാലൂരിലുള്ള തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൽ വെച്ച് അവിരാമം എന്ന പേരിൽ മുതിർന്ന പൗരന്മാർക്കായുള്ള ജെറിയാട്രിക് തിയേറ്റർ ശില്പശാല നടത്തുന്നു. പ്രായമായവരുടെ ശാരീരികവും വൈകാരികവും വൈജ്ഞാനികവുമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത നാടക പരിശീലന പദ്ധതിയാണ് ജെറിയാട്രിക് തിയേറ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2017 നാടക സൗഹൃദം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സമാനമായ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. അതിൽ പങ്കെടുത്തവരുടെ പരിവർത്തനം അത്ഭുതാവഹമായിരുന്നു. 10 വർഷമായി ഡിപ്രഷനിൽ കഴിഞ്ഞിരുന്ന ഒരു ഗായകൻ ക്യാമ്പിന് ശേഷം തൃപ്പൂണിത്തുറയിൽ ഒരു കച്ചേരി നടത്തി. ക്യാമ്പ് അംഗങ്ങൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു നാടകം ചെയ്യുകയുമുണ്ടായി. ഇതെല്ലാം സമാനമായ ഒരു വർക്ക്ഷോപ്പ് നടത്തുവാൻ പ്രചോദനമായി. വെള്ളപ്പൊക്കവും കോവിഡും കവർന്ന വർഷങ്ങൾക്ക് ശേഷം സമാനമായ മറ്റൊരു വർക്ക്ഷോപ്പ് വിഭാവനം ചെയ്തിരിക്കുകയാണ്. പ്രശസ്ത നടനും കഥപറച്ചിലുകാരനും പരിശീലകനുമായ മനു ജോസാണ് ക്യാമ്പ് ഡയറക്ടർ. 25 പേർക്കാണ് ക്യാമ്പിൽ പ്രവേശനം ഉണ്ടായിരിക്കുക. താല്പര്യമുള്ളവർ 94233494 എന്ന നമ്പറിൽ വിളിക്കുക. വാർത്താ സമ്മേളനത്തിൽ MR ബാലചന്ദ്രൻ, ജയചന്ദ്രൻ AV, M വിനോദ്, ഇന്ദു പുന്നപ്പുഴ, TN സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. മുനമ്പം വിഷയത്തിൽ സർക്കാർ അലംഭാവം ഒഴിവാക്കണമെന്നും പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് അറുതി വരുത്തണമെന്നും നിയമാനുസൃതമായി 610 കുടുംബങ്ങൾ സ്വന്തമായിട്ടുള്ള ഭൂമി വഖഫ് ഭൂമിയാണെന്ന അവകാശവാദം ഉപേക്ഷിക്കുവാനും അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാനും വഖഫ് ബോർഡിന് സർക്കാർ നിർദ്ദേശം നൽകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് മച്ചാട് ഇടവക കമ്മിറ്റി നടത്തിയ മുനമ്പം ഐക്യദാർഢ്യ സദസ്സ് ആവശ്യപ്പെട്ടു. ഇടവക വികാരി ഫാദർ സിബി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PP ഡേവിസ് അധ്യക്ഷത വഹിച്ചു. അതിരൂപത ട്രഷറർ റോണി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ ടോമി ആൻഡോ, MD സണ്ണി, AT ചാൾസ്, CP ജോൺസൺ, CO യോഹന്നാൻ, CK ആന്റണി, വിൻസെന്റ് തോമസ്, VP സാൻജോ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭൂമി പിന്നീട് കൈമാറ്റം ചെയ്യപ്പെട്ട, അതായത് സത്താർ സൈഡിന്റെ പിന്തുടർച്ച അവകാശിയായ സിദ്ദിഖ് സൈഡിലേക്ക് വന്നു ചേർന്നു. പാട്ടക്കരാർ വ്യവസ്ഥയിലാണ്, അല്ലാണ്ട് ആധാരം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ഭൂമിയല്ല. രാജാവ് പാട്ടക്കരാർ വ്യവസ്ഥയിൽ തരിച്ചു കിടന്നിരുന്ന ഭൂമികളൊക്കെ ഇതുപോലെ പലർക്കും പാട്ടക്കരാർ വ്യവസ്ഥയിൽ നൽകിയിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ, നാട്ടുരാജാക്കന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ അത് രാജസ്വത്തുക്കളെല്ലാം സർക്കാരിലേക്ക് എത്തിച്ചേരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. SNDP യോഗം ചോച്ചേരിക്കുന്ന് ശാഖയുടെ ഗുരുദേവ ക്ഷേത്രത്തിലെ 9ാമത് പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. പ്രതിഷ്ഠാ ദിനമായ തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, ഉച്ചപൂജ എന്നീ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ കാരുമാത്ര വിജയൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാഖാ പ്രസിഡന്റ് പ്രകാശൻ ചുള്ളിപ്പറമ്പിൽ, സെക്രട്ടറി രാജീവ് കുന്നത്ത്, വൈസ് പ്രസിഡന്റ് പ്രേമൻ കൊരട്ടിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് എല്ലാവർക്കും അന്നദാനവും ഉണ്ടായിരുന്നു.
ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക്. CPI പുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച PV ഉലഹന്നാൻ മാസ്റ്ററുടെ അനുശോചനവും സർവകക്ഷി യോഗവും സംഘടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനും ദീർഘകാലം AKSPU സംസ്ഥാന കമ്മിറ്റി അംഗം, അധ്യാപകൻ, മുൻ മാന്നാമംഗലം ക്ഷീരോത്പാദക സംഘം ഡയറക്ടർ എന്നീ നിലകളിൽ മികവ് തെളിയിച്ച വ്യക്തിയാണ് ഉലഹന്നാൻ മാസ്റ്റർ. മാന്നാമംഗലം സെന്ററിൽ നടത്തിയ പരിപാടിയിൽ CPI ലോക്കൽ സെക്രട്ടറി TS മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. CPI ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി PD റജി മുഖ്യപ്രഭാഷണം നടത്തി. ജോർജ് പന്തപ്പള്ളി, OU ഏലിയാസ്, കനിഷ്കൻ വല്ലൂർ, അഖിൽ PS, അശ്വതി സുനീഷ്, രജനി കൃഷ്ണൻകുട്ടി, K ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 58,000-ൽ താഴെയെത്തി. ഇന്ന് പവന് 440 രൂപ കുറഞ്ഞതോടെയാണിത്. 57,760 രൂപയാണ് ഒരു പവന് സ്വർണത്തിന്റെ വില. ഗ്രാമിന് 55 രൂപയാണ് കുറഞ്ഞത്. 7,220 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ 59,080 രൂപയായിരുന്നു സ്വർണ്ണവില. 11 ദിവസത്തിനിടെ ഏകദേശം 1,300 രൂപയാണ് കുറഞ്ഞത്. 7-ന് 57,600 രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലെത്തിയ സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. എന്നാൽ ഇന്ന് വീണ്ടും സ്വർണ്ണവില കുറയുകയായിരുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. സ്വർണ്ണവില ഈ വർഷം അവസാനത്തോടെ പുതിയ റെക്കോർഡിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡിസംബറോടെ സ്വർണം ഗ്രാമിന് 7,550 മുതൽ 8,000 രൂപ വരെ വിലയെത്തുമെന്നാണ് അനലിസ്റ്റുകളുടെ പ്രതീക്ഷ. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണവിലയിൽ ഈ വർഷം 29% വർധനമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സ്വർണത്തിന് 20% വർധനയാണ് രേഖപ്പെടുത്തിയത്. ഈ വർഷം ഡിസംബറോടെ സ്വർണ്ണവില ഗ്രാമിന് 7,550 രൂപയിലേക്ക് എത്തുമെന്നാണ് ആഗോള ഏജൻസിയായ ഫിച്ച് സൊല്യൂഷൻ വിലയിരുത്തുന്നത്. പാണ്ടിപ്പറമ്പ് കട്ടിലപ്പൂർ റോഡിൽ വാരിക്കുളം പള്ളിക്ക് സമീപം റോഡിൽ ഓയിൽ ഒഴുകി ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. നല്ല മിനുസമുള്ള റോഡായതുകൊണ്ട് അപകട സാധ്യത കൂടുതലായിരുന്നു. സമയോചിതമായി ഇടപെട്ട ഫയർഫോഴ്സ് അധികൃതരും നാട്ടുകാരും റോഡിൽ നിന്നും ഓയിൽ കഴുകി നീക്കുകയും അപകട സാധ്യത ഒഴിവാക്കുകയും ചെയ്തു. തുടർച്ചയായി ഇത്തരം പ്രവൃത്തികൾ റോഡിൽ സംഭവിക്കുന്നുണ്ടെന്നും വൻ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അധികൃതർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക ദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6:30 പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആനി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. പള്ളി വികാരി ഫാദർ പോളി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമിർട്ടൺ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അൽഫോൺസ, കാറ്റിസം പ്രിൻസിപ്പൽ ജിയോ റാഫേൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിതിൻ നല്ലങ്കര, ട്രസ്റ്റിമാരായ ജോയ് പൊളിക്കൻ, ജോണി കുരുത്തുകുളങ്ങര, കേന്ദ്ര സമിതി കൺവീനർ ആൻഡ്രു വടക്കുംപാടൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഭക്ത സംഘടനകളുടെയും മതബോധന വിഭാഗം, കുടുംബ കൂട്ടായ്മകൾ എന്നിവർ പങ്കെടുത്ത കലാപരിപാടികളും ഉണ്ടായിരുന്നു. വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടത്തി. നമുക്ക് നന്ദി പറയാം. ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ വെൽക്കം മിസ്റ്റർ ആൻഡോ പറഞ്ഞതിൽ നിന്നും മനസ്സിലായി ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഇടവകയിൽ നടക്കുന്നു. മതബോധനം, വിശ്വാസ പരിശീലനം, ഒത്തിരിയേറെ സംഘടനാ പ്രവർത്തനങ്ങൾ, ഇടവകയുടേതായ ഭക്തകൃത്യങ്ങൾ, വിശ്വാസത്തിൽ ഈ കുടുംബത്തെ മുഴുവൻ വളർത്തുവാൻ വേണ്ടി എല്ലാവരും ഒന്നു ചേർന്ന് നടത്തുന്ന അധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ,
പ്രാർത്ഥനകൾ, ധ്യാനം, പ്രൊസഷൻ, ഇതൊക്കെ ഈ സ്വാഗത പ്രസംഗത്തിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആഴ്ചയിലൊരു ദിവസം മഠത്തിൽ വലിയച്ഛനും കൊച്ചച്ഛനും ഒക്കെ മാറി മാറി കുർബാന ചൊല്ലാൻ വരാറുണ്ട്. അപ്പോഴും ഇവരെ ഹൃദയത്തിൽ മുഴുവനും ഈ ഇടവകയിലെ ജനങ്ങളാണ്. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകളാദ്യം തുറന്നു തന്നു. കുഞ്ഞിക്കാലടി ഒരടി തെറ്റുമ്പോൾ കൈ തന്നു കൂടെ വന്നു. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകളാദ്യം തുറന്നു തന്നു. കുഞ്ഞിക്കാലടി ഒരടി തെറ്റുമ്പോൾ കൈ തന്നു കൂടെ വന്നു. ജീവിത പാതകളിൽ ഇനി എന്നിനി കാണും നാം. മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ, പുണ്യം പുലർന്നിടുമോ? എത്ര കളി കണ്ടിട്ടുള്ളതാ നീ. ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണും. മണ്ണുത്തി ചിറക്കേക്കോട് റൂട്ടിൽ പനഞ്ചകം ചിറയ്ക്ക് സമീപം കുണ്ടുകാട് സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി 10 മണിക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ വാഹനമിടിച്ചാണ് അപകടം ഉണ്ടായത്. മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റയാളെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SYS പ്ലാറ്റിനം ഇയറിന് സമാപനം കുറിച്ച് സംസ്ഥാന കമ്മിറ്റി നടത്തിയ യുവജന സമ്മേളനം സമാപിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ 138ാം തിരുനാൾ സമാപിച്ചു. വഖഫ് ബോർഡിന്റെ അന്യായ കടന്നുകയറ്റത്തിൽ ദുരിതം അനുഭവിക്കുന്ന മുനമ്പം ജനതയ്ക്ക് ഒല്ലൂർ ഇടവക കത്തോലിക്ക കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചു. SNDP യോഗം ചോച്ചേരിക്കുന്ന് ശാഖ ഗുരുദേവ ക്ഷേത്രത്തിലെ 9ാമത് പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.